അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കാര്യം പറയാനാണ്. എന്നും ഞാനൊരു കാര്യം പറയാൻ തന്നെയാണ് വരുന്നത്, എന്നാലും അങ്ങനെയല്ല. ഞാൻ ഇൻസ്റ്റയിൽ ലൈവ് ഇട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ പല ചോദ്യമാണല്ലോ, ജനം പലവിധം എന്നാണല്ലോ, ബഹുജനം പലവിധം. അപ്പോൾ ആദ്യം ആളെന്നോട് ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഫസ്റ്റ് ഇതെന്തപ്പം ഇങ്ങനെ വിചാരിച്ച് ഒരു ചെറിയൊരു ഇഷ്ടക്കേട് തോന്നി. പിന്നീട് അപ്പം തന്നെ കുറച്ച് ആലോചിച്ച് അത് സത്യമാണല്ലോ എന്ന്. അപ്പോൾ എനിക്കിഷ്ടമായി. ഒറ്റയടിക്ക് ഒന്നും നമ്മൾ വിലയിരുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ആൾ ചോദിച്ച ചോദ്യം എന്താ പറയുക, ഞാൻ പറഞ്ഞു എൻ്റെ ചാനൽ സബ്ബാക്കണം, എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്ബാക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ പറയാൻ അവരെന്ത് ഉദ്ദേശിച്ചെന്ന് എനിക്കറിയില്ല, സബ്ബാക്കി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എന്ത് ഉപകാരമാണ്. അപ്പോൾ നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ ഞാൻ അന്നേരം വിചാരിച്ചത് എന്താ പറയുക, യൂട്യൂബിൽ ഞാൻ മാത്രമല്ലല്ലോ ഒരു യൂട്യൂബറായിട്ട് വർക്ക് ചെയ്യുന്നത്, ഒത്തിരി പേരില്ലേ. അപ്പോൾ ഇവരെല്ലാം ജനങ്ങൾക്ക് അറിവ് കൊടുത്തിട്ടാണോ അപ്പോൾ വ്ളോഗും കാര്യങ്ങളും ചെയ്യുന്നത്? അല്ലല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ എനിക്കതാ തോന്നിയത്. പക്ഷേ സത്യമാണല്ലേ, എന്തൊരു കാര്യത്തിനും എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് വേണ്ടേ. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നെ അറിയുന്നവർക്കറിയാം. എന്നെപ്പോലെ ഇങ്ങനെ ഡിസേബിളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ആ ആളുകൾ കുറേ ആളുകൾ ഒളിച്ചിരിക്കുന്നവരുണ്ട് എന്നെപ്പോലെ തന്നെ. ഞാനങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ പിന്നെയെന്ന് വെച്ചാൽ ഫാമിലി എന്നെ ഇവൾ വീൽ ചെയർ ലൈഫാണ് ഒതുക്കി വെക്കുന്നവരുണ്ട്, കാണിക്കാൻ കുറവ് കാണിക്കുന്നവരുണ്ട്, പല ആൾക്കാരും ഉണ്ട്. അങ്ങനെ ഉണ്ട് സമൂഹത്തിൽ. എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ ഇറങ്ങാത്ത കുറ്റേ ഉള്ളൂ. എൻ്റെ ഫാമിലി എന്നെ ഒരിക്കലും അടക്കി വായിച്ചിട്ടില്ല. ഞാനാണ് വെട്ടിയെ ഒളിച്ചിരിക്കുന്ന ഒരു വ്യക്തി. അപ്പം ഞാൻ ഇന്ന് പറയാൻ വന്നത്, ആ പുള്ളിക്കാരൻ ചോദിച്ചത് യൂട്യൂബിൽ നിങ്ങൾക്ക് എന്ത് ഉപകാരമെന്ന്. അപ്പോൾ ഉപകാരത്തിന് ആൻസർ ഞാൻ പറയാം. എന്നെ കണ്ടിട്ടെങ്കിലും എന്നെപ്പോലുള്ള കുറച്ച് ആളുകൾ, അതായത് വീൽ ചെയർ ലൈഫായിട്ടുള്ള ആളുകൾ ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇവൾ ഇത്രയും വരുന്നുണ്ടല്ലോ ജനങ്ങളെ മുന്നിലേക്ക്, അപ്പോൾ ഞങ്ങൾക്കും വരാലോ എന്നൊരു പ്രചോദനം ആയിക്കോട്ടെ, അതെനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. കുറേ ആൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നീ അങ്ങനെ ചെയ്തത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഒരിത് തോന്നുന്നുണ്ട്. ആദ്യം ഭയങ്കര മടിയായിരുന്നു, ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ ഫാമിലിനെ കണ്ടാൽ മാത്രമേ ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങലുള്ളൂ. എന്തിനാ ഡൈനിങ് ഹാളിൽ വരില്ല, ഞാൻ ഇരിക്കലില്ല. ഞാൻ കഴിഞ്ഞ 1.5 വർഷമായിട്ടുള്ളൂ ഞാൻ ഈ ഹാളിൽ ആ സോഫയിൽ വന്നിരിക്കാൻ. വെറും ഒരു റൂമിൽ ഇരുന്ന്, അതായത് ഫുൾ ടൈം ഇരിക്കില്ല, ആരെങ്കിലും എന്നെ കാണണമെന്ന് ആഗ്രഹിച്ച് വരുന്നവർ ഫാമിലിയിൽ നിന്നായാലും ആരായാലും അപ്പം അവരോട് മിണ്ടും. എന്നാലും ഒരു റൂമിൽ മാത്രം ഒതുങ്ങിക്കൂടിയൊരു വ്യക്തിയായിരുന്നു ഞാൻ സത്യം ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് പറഞ്ഞത്. ആകെ പോവാ. എൻ്റെ 2 മാമനുണ്ട് എനിക്ക്. അവരെ വീട്ടിലെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം അവർ വരും. ഒരാൾ കാറിൽ കൊണ്ടുപോകും, 2 ആൾക്കും കാറുണ്ട്, എന്നാലും ഒരാൾ കാറിൽ ഒരാൾ ബൈക്കിലൊക്കെ ആയിട്ട് പോകുമ്പോൾ ഞാൻ ഓരോ കൂടെ അങ്ങനെ പോകും. അതേപോലെ തിരിച്ചിങ്ങോട്ടും വരും. അതാണ് എൻ്റെ ലോകം. എനിക്കൊന്നും അറിയില്ല. എൻ്റെ ഈ വണ്ടി, ഈ ഇലക്ട്രിക് വീൽ ചെയർ എനിക്ക് സമ്മാനിച്ചത് എൻ്റെ ഫ്രണ്ട്സാണ്. അതും ഞാൻ ഒരിക്കലും അവരോട് ആവശ്യപ്പെട്ടിട്ടില്ല. അവർ സ്വയം മീറ്റപ്പ് വിളിച്ച് വരുത്തി, ഞാൻ അങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ സന്തോഷത്തിൽ എനിക്ക് തന്നതാണ് എൻ്റെ ഫ്രണ്ട്സ്. ആരോടും ഞാനൊന്നും ചോദിച്ചിട്ടില്ല, എനിക്കൊന്നും വേണ്ട. എനിക്ക് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ട്, മീൻസ് നിങ്ങൾ എന്നെ സബ്ബാക്കുക, എൻ്റെ കൂടെ ഉണ്ടാവുക, അത്രമാത്രം. അപ്പോൾ ഈ വണ്ടി വന്നതിൽ പിന്നെയാണ് ഞാൻ ലോകം അറിയുന്നത്. സത്യം. എന്നോട് ചോദിച്ചിരുന്നു കേട്ടോ ഒരാൾ, പുറത്തൊക്കെ പോകുമ്പോൾ സന്തോഷമല്ല. ഒത്തിരി സന്തോഷം. കാരണം ഒരാളെ കൂടെ പോകുന്നതും നമ്മൾ പോകുന്നതും ഒത്തിരി മാറ്റമുണ്ട്. നിങ്ങൾ 2 കാലം കൊണ്ട് നടന്നു പോകുന്നു, ഞാനിങ്ങനെ വീൽ ചെയറിൽ പോകുന്നു. എന്നാൽ എന്നെ സംബന്ധിച്ച് ഒത്തിരി സന്തോഷം എനിക്ക് തോന്നിയത്. എനിക്ക് എൻ്റെ വീടും പരിസരവും ഈ റോഡൊക്കെ സ്വയം കാണാനായി. അപ്പോൾ അൽഹംദുലില്ലാ, അത് ആദ്യം ഞാൻ എൻ്റെ അള്ളാനെ സ്തുതിക്കുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോട് ഒരുപാട് നന്ദിയുണ്ട്. എടുത്തു പറയണം, എൻ്റെ ഫ്രണ്ട് സുബൈർ, അവനാട്ടോ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവലുണ്ട്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ. അപ്പോൾ പെൺകുട്ടികളെയും എടുത്ത് പറയാനുണ്ട് കേട്ടോ. ഹസീന, അനീഷ നല്ല ഫ്രണ്ട്സാണ് എൻ്റെ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതെല്ലാം ഇപ്പോൾ പറഞ്ഞു വന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നെപ്പോലെ അങ്ങനെ ഒത്തിരി പേരുണ്ടാവും. അപ്പോൾ അവർക്കൊരു ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് കണ്ടൻ്റായിട്ട് പറയുന്നത് ഇതൊന്ന് പറഞ്ഞേ ഉള്ളൂ.
ഇന്ന് കണ്ടൻ്റായിട്ട് ഞാൻ പറയുന്നത് ഒരു കാര്യമില്ല. യൂട്യൂബിൽ എനിക്ക് മുൻ വീഡിയോയിൽ ചോദിച്ചിരുന്നു യൂട്യൂബിൽ വന്നപ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ വന്നെന്ന്. യൂട്യൂബിൽ വന്നപ്പോൾ സത്യം പറയട്ടെ, എൻ്റെ പേഴ്സണലായിട്ട് പറയണേ, നമ്മൾക്കൊപ്പോൾ ആരെല്ലാം ഉണ്ട്, ഒരു സന്തോഷത്തിലും ദുഃഖത്തിലും ഒരേപോലെ നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്ത് അല്ലേ. നമ്മളെ നല്ല കാലത്ത് നമ്മളോടൊപ്പം നിന്ന് നമുക്കൊരു വേദന, നമുക്കൊരു തളർച്ച വരുമ്പോൾ ഇട്ടിട്ട് പോകുന്ന ഒരു സുഹൃത്തല്ല അതാരായാലും. അപ്പോൾ എനിക്ക് യൂട്യൂബിലോട്ട് വന്നപ്പോൾ, ഈ സോഷ്യൽ മീഡിയയിലേക്ക് വന്നപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുണ്ട്. ഞാൻ ഒരുപാട് പുറത്തിറങ്ങിയിട്ടുള്ളതല്ല ഞാൻ പറയുന്നത്. ഞാനെന്ന വ്യക്തി, എന്നെ ആരൊക്കെ സ്നേഹിക്കുന്നു, എനിക്ക് ആരെല്ലാം കൂട്ടുണ്ട്, അത് എനിക്ക് മനസ്സിലാക്കി തന്നത് എൻ്റെ യൂട്യൂബാണ്. അപ്പോൾ യൂട്യൂബിനോട് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക്. പിന്നെ എനിക്ക് മനസ്സിലായി, എൻ്റെ ചാനൽ പോയപ്പോൾ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ എൻ്റെ നമ്പറും കാര്യങ്ങളും ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ എന്നെ ആരും വിളിക്കലില്ല. ആകെ അറിയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ റംലത്തായും പിന്നെന്താ നമ്മുടെ ഗഫൂർക്ക. ഇപ്പം ഞാൻ നമ്മുടെ സുലൈമാനത്തേക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. അന്നേ 10 മാസം മുന്നേ ഞാൻ യൂട്യൂബിൽ വന്നത് മുതലേ പാവം ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് ആ ഇക്ക. അപ്പോൾ ആ ഇക്കാക്കും ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റ വഴി കൊടുത്തതാണ്. ഇതിൽ ഞാൻ ആഡ് ചെയ്യില്ല, പേടിയാണ്, അറിയാലോ. അത്രയും എന്നെ നിർബന്ധം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഇൻസ്റ്റയിൽ വന്നിട്ടാണെങ്കിൽ കൊടുക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്നെ ഒരുപാട് ആളുകൾ ഇന്നും തപ്പി നടക്കുന്നുണ്ടാവും. തസ്ലീമടി എന്താ, ഇനിയിപ്പോൾ വല്ലപ്പോഴൊക്കെ അങ്ങനെയല്ല, യൂട്യൂബിൽ ലൈവ് ഇട്ടപ്പോഴാണ് ഓരോരുത്തർ പറയുന്നത് അല്ലാഹ് എവിടെ പോയി നമ്മൾ കുറേ അടിച്ച് നോക്കിയെന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്നെ അറിയാൻ വഴിയില്ല. എന്നാലും അറിഞ്ഞവർ, നമ്മുടെ സിദ്ദീഖ പറഞ്ഞൊരു ഐഡിയ ഉണ്ട് കേട്ടോ. ആ സിദ്ദീഖ ഒത്തിരി എന്നെ അന്വേഷിച്ചത്രേ. അപ്പോൾ ഒരുപാട് കേട്ടപ്പോൾ കണ്ണ് പറഞ്ഞു പോയി. കാരണം മോളെ നിന്നെ കുറേ അടിച്ചു നോക്കി എന്ത് പറ്റിയെന്നറിയില്ല എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി, ഇതിൽ വന്നപ്പോഴും ഈ ചാനൽ പോയപ്പോൾ ഞാൻ ആവശ്യത്തിൽ കൂടുതൽ വിഷമിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഏതൊരാളും അങ്ങനെയാണല്ലോ, നമ്മൾ രാപ്പകലില്ലാതെ ഒരുപാടൊന്നും കാണിച്ചു തന്നിട്ടില്ലെങ്കിലും നമ്മുടെ പണീൻ്റെ ഇടയിൽ ഒത്തിരി പണിയൊന്നും എനിക്കില്ല, എന്നാലും എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഇതൊരു തൊഴിലായിട്ട് കണ്ടെത്തി ഇതിൽ ഇത്രയും കഷ്ടപ്പെട്ട് വന്നിരുന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം വ്യൂസൊക്കെ ആയി വരുമ്പോൾ അത് നഷ്ടപ്പെടുമ്പോൾ അങ്ങനെയാണല്ലോ. അത് ചെയ്യുന്നവർക്ക് അതിൻ്റെ വില അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് എന്നെ കണ്ടപ്പോൾ, ആ ആളുകളെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് കണ്ണ് നിറഞ്ഞ്. കാരണം എന്നെ ഇഷ്ടപ്പെടുന്നവർ ഉണ്ട്. അപ്പോൾ ചാനൽ നഷ്ടപ്പെട്ടിട്ടും എൻ്റെ കൂടെ ഇട്ടിട്ട് പോവാത്ത കുറച്ച് പേര് ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ മരണം വരെ ആ ബന്ധം അള്ളാഹു നിലനിർത്തി തരട്ടെ. അപ്പോൾ യൂട്യൂബിൽ വന്നുകൊണ്ട് എനിക്ക് എല്ലാവരെയും അറിയാൻ പറ്റി. ആരെല്ലാം എൻ്റെ കൂടെ നിൽക്കുന്നത്, ആരെല്ലാം എന്നെ കളിയാക്കുന്നത്, ആരെല്ലാം എന്നെ തള്ളി പറയുന്നത്. അപ്പോൾ ആദ്യം കാണിച്ച സ്നേഹം കള്ളാണോ ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒന്ന് മാത്രം പറയാം, നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ പോലെ നമ്മളൊരു ഗെയിമായിട്ട് ഇതിനെ കാണരുത്. അത് ഗെയിമാണ് ലാലേട്ടൻ പറഞ്ഞത്. നമ്മുടെ ജീവിതം തന്നെ എനിക്കിപ്പോൾ തോന്നുന്നു ഒരു ഗെയിം തന്നെയാണെന്ന്. കാരണം പിന്നൊരു കാര്യമുണ്ട്, എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് തന്നെ അതെനിക്ക് നല്ല പ്രതീക്ഷയായിരുന്നു കേട്ടോ, എന്തെങ്കിലുമൊക്കെ ആവും എന്നുള്ളത്. ഇപ്പം ഞാൻ ആ പ്രതീക്ഷ മാറ്റി, ഞാൻ അങ്ങോട്ട് തുടങ്ങാണ്. കാരണം ഞാൻ പറയുന്നത് എന്നെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ. അപ്പോൾ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, വല്ലാണ്ട് പ്രതീക്ഷ വെച്ചാൽ ആകെ മൈൻഡ് മാറും. അപ്പോൾ ഈ വയ്യ ഒരുപാട് ഈ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മാരേജ് ഒന്നും കഴിക്കാത്തവർക്ക് എന്തനുഭവിക്കുക. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരാളെ സങ്കടം മനസ്സിലാക്കണമെങ്കിൽ അവർക്ക് ആ അനുഭവം വരണം. എന്തായാലും എൻ്റെ അനുഭവം ആർക്കും വരാതിരിക്കട്ടെ. ഞാൻ ഈ ഒരു കോലത്തിൻ്റെ അനുഭവമായിട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവും ഓരോരോ പ്രയാസങ്ങൾ. അപ്പോൾ പഠിച്ചവനെ നമ്മൾ മനുഷ്യരായി പിറന്നാൽ സങ്കടവും ദുഃഖവും അതേപോലെ പ്രയാസവും കാര്യങ്ങളൊക്കെ തീരും, ജീവിതമല്ലേ. എന്നാലും പലതും പലരെ വാക്കുകൾ കൊണ്ടും നെഗറ്റീവ് കൊണ്ട്, അതായത് സോഷ്യൽ മീഡിയയിൽ വന്നാൽ നിങ്ങൾക്ക് അറിയാലോ നെഗറ്റീവ് കേൾക്കണമെന്ന്. അപ്പോൾ അതൊക്കെ നമ്മുടെ സെലുക്കാത്ത പറഞ്ഞ പോലെ ഒരുപാട് പരിഹാസങ്ങൾ കേട്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ ചോദിക്കും നിങ്ങൾ. വല്ല കാര്യമുണ്ടോ ചോദിച്ചാൽ ഞാനത് അക്സെപ്റ്റ് ചെയ്ത്. കാരണം ഏതൊരു മേഖലയിലും ഉണ്ടാവും നെഗറ്റീവും പോസിറ്റീവും. ഞാനിപ്പോൾ ഒരു ജോലിക്ക് പോവാം, ഞാൻ അങ്ങനെ കരുതുന്നത്. ഞാനിപ്പോൾ ഒരു ജോലിക്ക് പോവാം, അപ്പോൾ ഞാനിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ തന്നെ ഞാൻ പോവാം. ഞാനിപ്പോൾ യൂട്യൂബിലോട്ട് വേണ്ടി മാത്രമല്ല ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ ഓർമ്മ വെച്ച നാൾ മുതലേ ഇങ്ങനെ തന്നെ നടക്കാം. കാരണം ഞാനൊരു ഐബ്രോ ഇടും, കണ്ണ് എഴുതും, ലിപ്സ്റ്റിക് ഇടും. അത് ഞാൻ ആദ്യം ഉമ്മക്കറിയാം, എന്നെ അറിയുന്നവർക്ക് അറിയാം. അപ്പോൾ ഞാനിങ്ങനെ വണ്ടിയിൽ പോവുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ എന്നെ കണ്ടിട്ട് ചിലർ സഹതാപം, ചിലർ കണ്ടോ ഈ ഒരു അവസ്ഥയിൽ ഇവളെ പവർ കണ്ടോ എന്ന് പറയും.
അല്ലെ എന്താ ഭയങ്കര ഇത് അങ്ങനെയൊക്കെ പറയും. എനിക്ക് പറഞ്ഞിട്ടുണ്ട്, ഇല്ലാത്തതല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അതൊരു നെഗറ്റീവല്ലേ? അത് ഞാനറിയില്ല, അതാണ് പ്രശ്നം. എന്നാൽ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഈ ലൈവായാലും വീഡിയോസ് ആയാലും ഷോർട്സ് ആയാലും ഇടുമ്പോൾ അത് ഞാൻ അറിയുന്നു, നിങ്ങളറിയുന്നു. എന്തുകൊണ്ടാണ്? കമൻസ് അല്ലേ? അപ്പോൾ ഞാൻ അത്രേ കരുതിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ എന്നോട് തന്നെ ആൾക്കാർ ചോദിക്കാം, ഭയങ്കര ഇത് തോന്നുന്നുണ്ട് കേട്ടോ, ഈ ഇപ്പോൾ യൂട്യൂബിൽ വന്നിട്ട് എന്നെ ആൾക്കാർ എന്തെല്ലാം പറഞ്ഞതും ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ആ ആൾ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അവരോട് പറഞ്ഞ ഡയലോഗാണ് ഇപ്പം ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. നിങ്ങളൊരു പുറത്തൊരു ജോലിക്കോ കാര്യത്തിന് ഡെയിലി പോകുമ്പോൾ നമ്മളിപ്പോൾ കുളിക്കാതെയും നനയ്ക്കാതെയും വൃത്തിക്കാനല്ലേ നമ്മൾ പോവുക. അങ്ങനെ ഞാൻ ഇന്നേ വരെ അങ്ങനെ ചെയ്തിട്ടില്ല. എനിക്ക് ഒരു നേരത്തെ ഫുഡ് കിട്ടിയിട്ടില്ലെങ്കിലും വേണ്ടിയില്ല, കുളിക്കണം, ബ്രഷ് ചെയ്യണം, വൃത്തിക്ക് അൽഹംദുലില്ലാ എനിക്ക് പഠിച്ചവനാവത് തന്നിട്ടുണ്ട്, തരട്ടെ മരണം വരെ. അപ്പോൾ ആദ്യം എനിക്ക് നിർബന്ധമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പോകുമ്പോൾ ആൾക്കാർ പറയില്ലേ, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കേൾക്കില്ല, അത്രേ ഉള്ളൂ. ഇത് നിങ്ങൾ കേൾക്കുന്നു. അവരോട് ഞാൻ പറഞ്ഞപ്പോൾ അവർ അത് സത്യമാണല്ലോ. അപ്പം ജനങ്ങളെ വായൊന്നും നമുക്ക് മൂടിക്കെട്ടാൻ പറ്റില്ല. നല്ലതും പറയും ചീത്തതും പറയും, നമ്മളനുസരിക്കുക. ഇതിലെ കേൾക്കുക, അതിലെ വിടുക. 2 ചെവി പഠിച്ചോന്ന് തന്നിട്ടില്ലേ? അപ്പോൾ ഒന്നിലെ കേൾക്കുക, ഒന്നിലെ ഒഴിവാക്കുക, അത്രേ ഉള്ളൂ. ഇനി അങ്ങോട്ട് പഴയ തസ്ലീം മീഡിയ അല്ല ഞാൻ. കാരണം എനിക്കിപ്പോൾ ഒത്തിരി മനസ്സിലായി, ജീവിതം എന്താണെന്ന് തന്നെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ആരൊക്കെ സ്നേഹിക്കണം, ആരൊക്കെ പിന്തള്ളണം. അപ്പോൾ ആരോടും ഞാൻ പിന്തള്ളാനും ആരെ കളിയാക്കാനും ഒന്നിനും ഞാനില്ല. കാരണം എല്ലാം തികഞ്ഞവളല്ല ഞാൻ. എല്ലാം തികഞ്ഞവരായിട്ട് ആരാ ഉള്ളത്? ഉണ്ടെങ്കിൽ തന്നെ പ്രത്യക്ഷത്തിൽ കാണില്ല അല്ലേ? അപ്പോൾ ഞാൻ അങ്ങനെ കാണുന്നത്. അപ്പോൾ കൂടുതലൊന്നും സാഹിത്യച്ച് പറയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ യൂട്യൂബിൽ വന്നിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എന്നെ ആരെല്ലാം മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നുണ്ട്, ആരെല്ലാം ഇട്ട് പോവാത്തവരുണ്ടെന്ന്. അതേപോലെ ജനങ്ങൾക്ക് എന്ത് തരുന്നു എന്ന് ചോദിച്ചാലും ഞാൻ ആൻസർ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ, അപ്പം ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ ഒരു സ്നേഹം എന്നും വേണം. ഒരുപാട് ആൾക്കാർ എൻ്റെ പുതിയ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് താങ്ക്സ് കേട്ടോ, ഒരുപാട് താങ്ക്സ്. എന്താ, മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.